ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് ഈ ഒരു ക്രേപ്പ് പേപ്പർ വെച്ചിട്ടുള്ള ബോഗൻവില്ല എങ്ങനെയാണ് ചെയ്യാമെന്നൊന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു പിങ്ക് കളറുള്ള ക്രേപ്പ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ യെല്ലോ ഷെയ്ഡൊക്കെ എടുക്കാം. അതുപോലെ പല കളേഴ്സിലും ബോഗൻവില്ല ഉണ്ടല്ലോ, അപ്പോൾ ഏത് കളർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഞാൻ കോമൺ ആയിട്ടുള്ള കളർ എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ 4x3 സെൻറ്റിമീറ്ററിൽ ഞാനൊരു പെറ്റൽ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഞാനിവിടെ പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് നേരിട്ടിട്ട് ഇതിന് പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് കുറച്ചുകൂടി ഈസി മെത്തേഡ് ആയതുകൊണ്ടാണ് ഞാനിത് ഫോളോ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു പെറ്റൽ വെച്ചിട്ട് കുറച്ച് പെറ്റൽസൊക്കെ ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലൊരു ടിഷ്യൂ പേപ്പറാണ്. ആക്ച്വലി എൻ്റെ അടുത്ത് വൈറ്റ് ക്രേപ്പ് പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ടിഷ്യൂ പേപ്പർ എടുത്തത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വൈറ്റ് ക്രേപ്പ് പേപ്പർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. ഇതുപോലെ ചെറിയൊരു പീസ് മതി കേട്ടോ. ഇതും കുറച്ച് നീളം കൂടുതലാണ്. അപ്പം ഞാനിതിങ്ങനെ നടുവിൽ കൂടെ ഒന്നും കൂടി ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലത്തെ ഒരു പീസ് ഇപ്പം നമ്മൾ എടുക്കാം. എന്നിട്ട് അതിനകത്തായിട്ട് ഒന്ന് പശ തേച്ച് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്കിനി റൗണ്ട് ആക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് വീണ്ടും ഈ ഒരു എഡ്ജിൽ ഒന്ന് പശ തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ റൗണ്ട് ചെയ്യാനൊക്കെ കുറച്ച് പാടാണ്. എന്നാലും നമുക്ക് ചെയ്തെടുക്കാനൊക്കെ പറ്റും കേട്ടോ. നല്ല ക്ഷമയൊക്കെ ഉണ്ടായാൽ മതി. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്റ്റീൽ വയറാണ് ആവശ്യമായിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര നീളത്തിൽ മുറിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ആ ടിഷ്യൂ പേപ്പറിൻ്റെ റൗണ്ട് ഇതിനകത്തോട്ടേക്ക് ഒന്ന് വെച്ചു കൊടുക്കാം. ഇപ്പതേ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതെന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ ബൊഗൻവില്ല ഫ്ലവറിന്റെ ഉള്ളിൽ തന്നെ കാണുന്ന ഒരു ചെറിയൊരു ഫ്ലവർ ഇല്ലേ, അതാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. അപ്പൊ അതിനകത്തായിട്ട് ചെറിയൊരു യെല്ലോ കളർ കാണാറുണ്ട്. അപ്പൊ അതാണ് ഞാനിവിടെ ഈ ഒരു ബ്രഷ് പെൻ വെച്ചിട്ട് ചെയ്തു കൊടുക്കുന്നത്. ശ്രദ്ധിച്ച് ചെയ്യുക, കാരണം ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കീറി പോകാനൊക്കെ ഉള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി നമ്മുടെ കുഞ്ഞു ഫ്ലവറിന് താഴെയായിട്ട് ഒരു ചെറിയൊരു ക്രേപ്പ് പേപ്പർ കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു പിങ്ക് ക്രേപ്പ് പേപ്പർ തന്നെയാണ് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു ഫ്ലവറിന് കുറച്ചുകൂടി ഒറിജിനാലിറ്റി തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണത് കേട്ടോ. ഇനി നമ്മൾ ചെയ്തു വെച്ച പെറ്റൽ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു കുഞ്ഞു ഫ്ലവറിനെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ ഗൺ ഒക്കെ യൂസ് ചെയ്യാം. അപ്പം ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം. ഇനി നമ്മുടെ ക്രേപ്പ് പേപ്പർ ഇതുപോലെ കുറച്ചുകൂടി ഒന്ന് നീളത്തിലും പക്ഷെ അധികം വീതി ഇല്ലാതെയും മുറിച്ചെടുക്കുക. ഇതിനൊന്നും സൈസ് അങ്ങനെ ഇല്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ മുറിക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റീൽ വയർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ബോഗൻവില്ലയുടെ ഉള്ളിൽ ഇതുപോലെ നീണ്ടിട്ടുള്ള കുറച്ച് സ്റ്റേമൻസ് ഒക്കെ നിൽക്കണത്. അപ്പം അതാണ് കേട്ടോ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇനി ഇതും നമ്മുടെ പെറ്റലിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫെവിക്കോൾ എടുത്തിട്ട് നമ്മൾ ഈ ഒരു സ്റ്റേമൻ കൂടി ഈ പെറ്റലിനകത്തോട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കൊരു ഗ്രീൻ ടേപ്പ് ആവശ്യമായിട്ടുണ്ട്. നമ്മുടെ ഫ്ലവേഴ്സിന് എല്ലാത്തിനും ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ടേപ്പ് വെച്ച് നന്നായിട്ട് ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഫ്ലവർ ഇങ്ങനെ കറക്റ്റായിട്ട് ഇരിക്കണില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ടൊക്കെ കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഒരു നാച്ചുറൽ ലുക്കൊക്കെ ഫ്ലവറിന് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ എൻഡ് വരെ ഒന്ന് ചുറ്റി കൊടുക്കാം. എന്നിട്ട് എൻഡിലെത്തുമ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാതും ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം. അടുത്തായിട്ട് നമുക്ക് ലീഫ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 7x5 സെൻറ്റിമീറ്ററിൽ ക്രേപ്പ് പേപ്പർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ ക്രോസ് ആയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് രണ്ടും കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ എൻഡ് പോർഷനിൽ ഒന്നുകൂടി ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സ്റ്റീൽ വയർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ വേണം നമുക്ക് ലീഫ് അറേഞ്ച് ചെയ്യാനായിട്ട്. അപ്പം ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യണത്. നേരത്തെ യൂസ് ചെയ്ത് ഫെവിക്കോൾ ഇവിടെ യൂസ് ചെയ്തപ്പോൾ ക്രേപ്പ് പേപ്പറിൻ്റെ കളർ നന്നായിട്ട് പോകുന്നതായിട്ട് ശ്രദ്ധിച്ചായിരുന്നേ. അപ്പോൾ അതുകൊണ്ടാണ് ഗ്ലൂ ഗൺ ഇവിടെ യൂസ് ചെയ്തത്. ഇവിടെ ഇങ്ങനെ സ്റ്റീൽ വയർ വെച്ച് കൊടുത്തിട്ട് അടുത്ത ഹാഫ് പോർഷൻ കൂടെ നമുക്കിതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിനെ ലീഫിൻ്റെ ഷേപ്പിലൊന്ന് വെട്ടിയെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ നേരിട്ടിട്ട് ലീഫിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുക്കുകയാണ് ചെയ്യണത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ ഫസ്റ്റ് തുടങ്ങുമ്പോൾ വെറ്റൽ ചെയ്തില്ലേ, അതുപോലെ തന്നെ നമുക്കൊരു പേപ്പറിൽ ഷേപ്പ് വരച്ചെടുത്തതിന് ശേഷം ഇതിന് മുകളിൽ വെച്ചിട്ട് ചെയ്തെടുത്താലും മതി. ഇപ്പോൾ ഇവിടെ ഞാൻ തന്നെ ഒരു ഭാഗം വലുതും ഒരു ഭാഗം ചെറുതുമായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതേ വീണ്ടും ആ ഒരു വലിയ ഭാഗത്ത് ഒന്നുകൂടി ഒന്ന് ഷേപ്പ് ചെയ്യാനായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ലീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെയായിട്ട് ഗ്രീൻ ടേപ്പ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം.
ഇതുപോലെ ഞാൻ 3 സെറ്റ് ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോന്നിലും 3 ഫ്ലവറും 2 ലീഫും വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് നമുക്കിതുപോലെ എല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് ഗ്രീൻ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. ഈ സമയത്ത് കുഞ്ഞിക്കൈ നമ്മളതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും സൈഡിൽ ഇതേ കണ്ട സിസേഴ്സൊക്കെ എനിക്ക് കൊണ്ടുവന്ന് തരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് ചുറ്റിയതിന് ശേഷം ഈ എൻഡിൽ നമുക്കതിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലവേഴ്സിനെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ടിൽറ്റ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്നിങ്ങനെ താഴേക്ക് ഒന്നാക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ഒറിജിനാലിറ്റി നമുക്ക് തോന്നും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാതും നമുക്ക് നമ്മുടെ ഫ്ലവർ വേസിലൊന്ന് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഫ്ലവേഴ്സും കൂടിയും എടുക്കുകയാണ്. ഇങ്ങനെ 3 എണ്ണമാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാതും നമുക്കിനി ഒരു പോട്ടിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ പെറ്റൽ പോട്ട്സിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പോട്ടാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബായ്.